അരുണാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങളുടെ പേര് മാറ്റുവാനുള്ള ചൈനയുടെ നടപടിയെ എതിർത്ത് ഇന്ത്യ. നിരർത്ഥകവും അടിസ്ഥാനരഹിതവുമായ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അരുണാചൽ പ്രദേശിന്റെ പേരുമാറ്റാനുള്ള വ്യർത്ഥവും അസംബന്ധവുമായ ചൈനയുടെ ശ്രമം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാടിനനുസൃതമായ ഇത്തരം ശ്രമങ്ങളെ തള്ളിക്കളയുന്നു. സർഗാത്മകമായ പേരിടുന്നതിലൂടെ ഇന്ത്യയുടെ അവിഭാജ്യമായി അരുണാചൽ പ്രദേശ് നിലനിൽക്കുമെന്ന യാഥാർത്ഥ്യത്തെ മാറ്റില്ലെന്ന് വിദേശകാര്യ വകുപ്പ് മന്ത്രാലയം വ്യക്തമാക്കി. അതോടൊപ്പം ചൈനയിലെ മാധ്യമങ്ങളുടെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തു. അരുണാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങൾക്ക് ചൈനീസ് പേരുകൾ നൽകുമെന്ന ചൈനയുടെ അറിയിപ്പിന് പിന്നാലെയാണ് വിദേശകാര്യ വകുപ്പ് പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ അരുണാചൽ പ്രദേശിലെ ചില പ്രദേശങ്ങൾക്ക് ചൈന പേരുകൾ നൽകിയിരുന്നു. 2024 സമാനമായി അരുണാചൽ പ്രദേശിലെ 30 സ്ഥലങ്ങൾക്ക് വേറെ പേരുകൾ നൽകി ചൈന പ്രത്യേക മാപ്പ് ഇറക്കിയിരുന്നു. ഈ നീക്കം ഇന്ത്യ തള്ളിയിരുന്നു. ടിബറ്റൻ പ്രവിശ്യയുടെ ഭാഗമാണ് അരുണാചൽ പ്രദേശ് എന്നാണ് ചൈനയുടെ വാദം. അതേസമയം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സുരക്ഷ കൂട്ടി. വാഹനവ്യൂഹത്തിലേക്ക് ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനം കൂടി അനുവദിച്ചു. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകനത്തിന് ശേഷമാണ് തീരുമാനം. നിലവിൽ CRPFന്റെ സൈഡ് കാറ്റഗറി സുരക്ഷയാണ് ജയശങ്കറിനുള്ളത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് Y കാറ്റഗറിയിൽ നിന്ന് സൈഡ് കാറ്റഗറിയിലേക്ക് സുരക്ഷ കൂട്ടിയത്. CRPFന്റെ 12 അംഗ കമാൻഡോ സംഘം 24 മണിക്കൂറും വിദേശകാര്യമന്ത്രിക്കൊപ്പമുണ്ട്. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, നിതിൻ ഗഡ്കരി, കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ടിബറ്റൻ ആത്മീയ ആചാര്യൻ ദലൈ ലാമ എന്നിവർക്കെല്ലാം CRPF ആണ് സുരക്ഷയൊരുക്കുന്നത്.